ഇപ്പം നമ്മുടെ തൊണ്ടയാട് ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ തൊണ്ടയാടിൽ നിന്ന് കയറേണ്ട വാഹനങ്ങളുണ്ടാവും അല്ലേ? തൊണ്ടയാടിൽ നിന്ന് കയറേണ്ട വാഹനങ്ങൾ പക്ഷേ ഇതിലേ വരുമ്പോൾ ടോൾ കൊടുക്കണ്ടേ? അപ്പോൾ അവരെന്ത് ചെയ്യും? പന്തിരങ്കാൽ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ടൗണിലേക്ക് അതിലേ പിടിക്കും. അതൊരു വലിയൊരു കാരണം കേട്ടോ. പിന്നെ ടോള് ഹൈഡ് ചെയ്ത് പോകുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഒരു റൂട്ട് ഒരു വട്ടം പോകുന്ന ആളുകളൊക്കെയാണ് പെട്ടെന്ന് ടോൾ ഹൈഡ് ചെയ്ത് പോവുക. പക്ഷേ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ അടുത്താട്ടോ. കോഴിക്കോട് ടോൾ ഗേറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റ് രണ്ട് ഭാഗത്തായിട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും അറിയാലോ. ഒരു ഭാഗം അതാ അവിടെ അങ്ങ് ദൂരെ, അതുകൂടാതെ മറ്റേത് ഈ ഭാഗം. രണ്ട് സെക്ഷനായിട്ട് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റ് പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മുടെ വൈകിട്ടൊരു 6:30 മണി സമയം കേട്ടോ. ആ സമയത്ത് ബ്ലോക്ക് ഇതൊന്നല്ല, നല്ല ബ്ലോക്ക് ഉണ്ടാവേണ്ട സമയമാണ്. ഏതായാലും വാഹനങ്ങൾ ഇപ്പോൾ ഉഷാറായിട്ട് ഫുള്ള് ഫാസ്റ്റാഗ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ആളുകൾ ഹൈഡ് ചെയ്ത് പോകുന്നതിന് കൊണ്ടാണോ, ഏതായാലും ബ്ലോക്കുകളൊക്കെ വളരെ കുറവാണ്. സ്പീഡിൽ കൈകാര്യമാവുന്നുണ്ട് കേട്ടോ. അതായിരിക്കും കാരണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് കേട്ടിട്ടോ. നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റ് സ്ഥലം മാറ്റുന്നു എന്നുള്ളത് ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചാട്ടോ. അപ്പം ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അഥവാ കോഴിക്കോട് ടോൾ ഗേറ്റ് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും കാരണം പലതായിരിക്കും കേട്ടോ. കാരണം പലതായിരിക്കും. അപ്പം നമ്മൾ കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ ടോൾ പിരിക്കുന്നതിന് ഒരിക്കലും എതിരല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ആരും കരുതും വേണ്ട. ഇതാണ് ഈ ഭാഗത്തുള്ള ടോൾ ഗേറ്റ്. നമ്മുടെ കോഴിക്കോട് ഈ ഭാഗത്ത് ടോൾ ഗേറ്റ് വന്നതിന് ശേഷം നമ്മുടെ ചെറിയ അങ്ങാടികളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടിലാട്ടോ. കുറേയൊക്കെ ആളുകൾ ഹൈഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അതുകൊണ്ടാവാനാണ് സാധ്യത. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അതറിയാം. പെട്ടെന്നുണ്ടായ ഒരു തിരക്കാണ്. നമ്മുടെ മാത്ര അങ്ങാടി പന്തിരങ്കാവ് എന്ന ഏരിയയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നല്ല ബ്ലോക്കാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ബ്ലോക്കാണ്. അല്ലാത്ത സമയങ്ങളിലും ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ അവിടെ ട്രാഫിക്കിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്താണ് കാരണം എന്ന് അന്വേഷിക്കും. കുറേ ആളുകളുടെ അഭിപ്രായം ഈ ടോള് കൊടുക്കാതെ ഹൈഡ് ചെയ്ത് പോകുന്ന ആളുകൾ അതിലേക്ക് വന്നിട്ടാണെന്നൊക്കെ പറയുന്നു. ഏതായാലും കാറുകൾക്കൊക്കെ അതിനകത്തുള്ള ചാർജൊന്നും വരുന്നില്ലല്ലോ. മാസം മൊത്തം എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും വരില്ലല്ലോ. അതുപോലെ വർഷത്തേക്ക് എടുക്കുന്നത് അതൊക്കെ ഇവർ റീചാർജ് ചെയ്ത് ഫാസ്റ്റാഗ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഓഫറൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചാർജ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറുകാരും ഒക്കെ അത് യൂസ് ചെയ്യട്ടോ. അത് യൂസ് ചെയ്യാം. ആ ടോൾ നിൻ്റെ നേരെ വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് പോയിക്കോളി. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടുത്തെ ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ NH-66 ഈ ടോൾ വന്നതിന് ശേഷം ആളുകൾ പല വഴികളിലൂടെ പോകുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ആ വഴികളും അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ അതുകൂടാതെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിനെ കുറിച്ച്, ഇതൊരു കോഴിക്കോടിൻ്റെ ബൈപ്പാസാണല്ലോ. കോഴിക്കോടിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു ബൈപ്പാസ് ഇതിപ്പോൾ NH-66 മാറുകയാണ്. അപ്പോൾ ടോള് വരുന്നതോടുകൂടി ആളുകൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ആ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ആ ഒരു ഉപകാരം ഇല്ലാതാവുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ ഈ വിശേഷങ്ങൾ കാണാൻ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാണാം കേട്ടോ. മൂന്നാമത്തെ പാലത്തിൻ്റെ, അതായത് 2 പുതിയ പാലം ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ പാലം സെൻട്രൽ ഭാഗത്തുള്ള കേട്ടോ. നമ്മുടെ ഒരാളെങ്കിൽ നിർമ്മിച്ച കോഴിക്കോട് ബൈപ്പാസിന് വേണ്ടി നിർമ്മിച്ച ഈ പാലം, ഇത് രണ്ടും കൂടി ഒരുമിപ്പിക്കുന്ന ഒരു പരിപാടിയാണോ അവിടെ? രണ്ടും കൂടി കറക്റ്റ് ലെവലായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ വേറെ പരിപാടിയാണല്ലോ. മാസ്റ്റിക് മാറ്റ് അല്ലല്ലോ. ഇതിൻ്റെ അടിയിൽ ലീക്ക് പ്രൂഫ് ഏതോ ഒരു കോട്ടിങ് പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മാസ്റ്റിക് മാറ്റ് വിരിക്കോ അറിയില്ല. ഏതായാലും ഇതുവരെ ക്യാമ്പ്സിൻ്റെ ഇതിൽ വർക്കിൽ കാണാത്തൊരു പരിപാടി കേട്ടോ കാണുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യാണോ എന്നുള്ള അറിയില്ല, നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഈ 2 പാലം കൂടി ഒരുമിപ്പിച്ചിട്ട് നല്ല വീതിയിലാകുമല്ലോ. അപ്പോൾ സർവീസ് റോഡ് ടോളിൻ്റെ അടുത്ത് ആവശ്യമില്ല. പിന്നെ ഇത്രയും വീതി എന്താണെന്ന് ഇവിടെ നോക്കിയിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. സർവീസ് റോഡിൻ്റെ
ആ ഭാഗത്ത് നമ്മളെ സൈഡിൽ കൂടിയ സർവീസ് റോഡ് കൊടുത്താൽ പിന്നെ ടോൾ ഇവിടുന്ന് പെട്ടെന്ന് വെട്ടിക്കാൻ ആളുകൾക്ക് എളുപ്പമാവല്ലോ. ഇപ്പം തന്നെ 2 ഭാഗത്തുകൂടിയൊക്കെ ആളുകൾ പല വഴിക്ക് പോകുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് കാണുന്നുണ്ടോ? ഇതൊക്കെ ടോൾ വെട്ടിച്ച് പോകുന്ന ആളുകളാട്ടോ കൂടുതലും. അതൊന്നും ഇപ്പോൾ ആർക്കും തടയാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പല റോഡുകളിലൂടെ പോകുന്ന അതൊക്കെ യാത്രക്കാർക്ക് പോകാനുള്ള തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ മാസത്തിലുള്ള ഓഫറുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ അതിന് നിൽക്കില്ല കേട്ടോ. ചുരുങ്ങിയ പൈസയല്ലേ ആകുള്ളൂ. ഇത് ഓരോ ടോളെത്തുമ്പോൾ ഓരോരോ പീസുകൾ അടച്ച് പോകുമ്പോഴാണ് കൂടുതൽ ചാർജ് ആവുന്നത്. മാസത്തേക്കുള്ളത് അതുപോലെ വർഷത്തേക്കുള്ളത് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ചാർജ് ആവുള്ളൂ. ആ വർഷത്തേക്കൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾക്ക് കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കണം. പിന്നെ ഒറ്റയാത്ര പോകുന്ന ആളുകൾ കൂടുതലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കില്ല. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഫസ്റ്റ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഒരു കുഴി, അതാ അവിടെ ആ ഭാഗത്തേക്ക് സർവീസ് റോഡ് താത്തിട്ട് ഈ ഹോട്ടലുകളിലേക്കൊക്കെ ഉള്ള ഇതായിരിക്കില്ല. നല്ലൊരു കച്ചവടമുള്ള ഹോട്ടലായിരുന്നു കേട്ടോ, മലബാർ മസാല. ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഗ്യാസ് ലൈറ്റാണോ ഏതായാലും വർക്കിനോടനുബന്ധിച്ച് പൂട്ടിയതായിരിക്കും. ഏതായാലും സർവീസ് റോഡ് ഇതുവരെ കൊടുക്കുന്നുണ്ട്. ഈ ഹോട്ടൽ ഇവിടെ ആളുകളുള്ള ഏരിയയിലേക്ക് പിന്നെ സർവീസ് റോഡ് എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ അതേതായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി തിരക്ക് കൂടിയ ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കട്ടോ. അപ്പം നമ്മുടെ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ, അപ്പോൾ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ബാക്കിയാണ്. കോഴിക്കോട് ബൈപ്പാസ് കോഴിക്കോട് ടൗണിൻ്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് നിർമ്മിച്ച ഈ ബൈപ്പാസ് ഇപ്പം ഇത് NH-66 ഭാഗമായിട്ട് മാറി. അപ്പോൾ NH-66 ഭാഗമായി മാറുമ്പോൾ ടോള് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒറ്റ ടോള് കൊടുക്കാൻ കുറഞ്ഞ ഭാഗം സഞ്ചരിക്കേണ്ട ആളുകൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുണ്ടോട്ടി ഭാഗത്തുനിന്ന് അതുപോലെ ചേളാരി കുറച്ച് ഭാഗത്തുനിന്ന് ടൗൺ ഏരിയയിലേക്ക് അതുപോലെ കൊയിലാണ്ടി ഭാഗത്തൊക്കെ വരുന്ന ആളുകൾ ആ ഒരു ടോൾ കൊടുക്കാൻ അവർ ചിലപ്പം കൊടുക്കാൻ മടിക്കും. അങ്ങനെയുള്ളവർ രാമനാട്ടുകര ആ ഭാഗത്തു നിന്ന് തന്നെ തിരിഞ്ഞിട്ട് ടൗണിലൂടെ യാത്ര പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സാധ്യത കൂടുന്ന സമയത്ത് ടൗണിലെ ബ്ലോക്കുകളൊക്കെ വീണ്ടും കൂടുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്ര ഏരിയയിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. അപ്പം അതിലേക്ക് ഇറങ്ങുന്ന ഏരിയ കാണിച്ചു തരാം. നമ്മൾ അതിലേക്ക് ഇറങ്ങുന്ന ഏരിയ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ അങ്ങാടികൾ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. പറയാതിരിക്കാൻ വയ്യട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെറിയ തോതിൽ മാസത്തിലുള്ളതും വർഷത്തിലുള്ളതൊക്കെ ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ NH-66 തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ അങ്ങാടികളൊന്നും ബ്ലോക്കിൽ കുടുങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് കേട്ടോ. അല്ലേ നമ്മുടെ രാമനാട്ടുകര ഭാഗത്തേക്ക് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ ഇറങ്ങി അങ്ങോട്ട് വരുന്ന കാഴ്ച, വാഹനങ്ങളൊക്കെ വരുന്ന കാഴ്ച, എന്ത് രസമാണ് നമ്മളെ റോഡ് കാണാൻ. NH-66 ഇതാണ് ഞാൻ പറഞ്ഞ ഒരങ്ങാടി, വലിയൊരു അങ്ങാടി, പന്തീരങ്കാവ് അങ്ങാടിയിലെ അവസ്ഥ കേട്ടോ. അത് നല്ല ബ്ലോക്കാട്ടോ, ഏത് സമയവും ഇവിടെ ബ്ലോക്കാണ്. നമ്മുടെ NH-66 ഈ ഫ്ലൈ ഓവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കിനൊക്കെ ഒരു കുറവുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ബ്ലോക്ക് കൂടുകയാണ് ചെയ്തതെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ മാസങ്ങളും വർഷങ്ങളൊക്കെ പോകുന്നതിനനുസരിച്ച് തന്നെ വാഹനപ്പെരുപ്പം നല്ല കൂടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ബ്ലോക്ക് വേറെ തന്നെ ഉണ്ടാകും. പക്ഷേ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, കുറച്ച് മുന്നിലായിട്ട്. അവിടെയാണ് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ അതിലേ വന്നിട്ട് അവിടെയാണ് ബ്ലോക്കുകൾ കൂടുതൽ സംഭവിക്കുന്നത്. ഇതിനിങ്ങനെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ ബ്ലോക്കായി. ഇപ്പം ചെറിയൊരു ലൂസിൽ അങ്ങനെ പോവുകയാണ്. അവിടെ ഇങ്ങനെ കൂടുതൽ ബ്ലോക്കായതാണ്. ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ മൊത്തം ബ്ലോക്കായി. അവിടെ കൂടുതൽ സമയം ഇങ്ങനെ ജംഗ്ഷൻ ബ്ലോക്കാകുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അങ്ങാടിയിലേക്ക് പോകാം. അടുത്ത അങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കും ഇല്ലാത്ത, ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഒരു അങ്ങാടി. ഇനി അവിടെ നല്ല ബ്ലോക്കാണ്, മാത്ര ഒളവണ്ണ ജംഗ്ഷനൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ മാത്ര ജംഗ്ഷൻ കേട്ടോ. മാത്ര ജംഗ്ഷനിലുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് അവിടെ വലത്തോട്ട് തിരിയുന്ന വാഹനങ്ങളാണ് പ്രശ്നം. ഇതൊന്നും
ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങളാണ് നമ്മൾ തർപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ടോൾ വന്നതിന് ശേഷമാണ് ഇവിടെ തിരക്ക് എന്നാണ് ഞാൻ പറയുന്നത്. വലത്തോട്ട് ഇങ്ങനെ വാഹനങ്ങൾ വൈക്കും വരികയാണ്. അപ്പം ഇതുവരെ ഇല്ലാത്ത വരുത്താണ് ആ ഭാഗത്തേക്കുള്ള ഫുള്ള് വാഹനങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ NH66 അങ്ങനെ കയറാം. ടോൾ ഗേറ്റ് ഇതാ കാലിയായി നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിലാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇപ്പം നമ്മുടെ പന്തീരങ്കാവ് ഫ്രാൻസിസ് റോഡ് ടൗണിലേക്കുള്ള ആ റോഡ് ഇപ്പം നല്ല തിരക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചിലതിങ്ങനെ പറയുന്നെങ്കിൽ അതിൽ വേറെ കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അങ്ങോട്ട് അറിയിച്ചാളിട്ടോ, കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ തൊണ്ടയാട് ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ തൊണ്ടയാടിൽ നിന്നും കയറേണ്ട വാഹനങ്ങളുണ്ടാവും അല്ലേ. തൊണ്ടയാടിൽ നിന്ന് കയറേണ്ട വാഹനങ്ങൾ പക്ഷേ ഇതിലേ വരുമ്പോൾ ടോൾ കൊടുക്കണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും, പന്തിരങ്കാവ് നമ്മുടെ ഇറങ്ങിയിട്ട് നമ്മുടെ ടൗണിലേക്ക് അതിലേ പിടിക്കും. അതൊരു വലിയൊരു കാരണം കേട്ടോ. പിന്നെ ടോള് ഹൈഡ് ചെയ്ത് പോകുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഒരു റൂട്ട് ഒരു വട്ടം പോകുന്ന ആളുകളൊക്കെയാണ് പെട്ടെന്ന് ടോൾ ഹൈഡ് ചെയ്ത് പോവുക. പക്ഷേ അവരൊക്കെ പന്തിരങ്കാവ് മാത്ര ഒളവണ്ണ ജംഗ്ഷൻ എന്ന ഏരിയയിലൊക്കെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ അവർ ബ്ലോക്ക് അഭിമുഖീകരിക്കേണ്ടി വരും കേട്ടോ. അത് ആ ബ്ലോക്കുകളൊക്കെ കഴിച്ചിലായിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം പൈസ കൊടുക്കാൻ മടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കാം. എന്തായാലും അങ്ങനെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിലാട്ടോ പറഞ്ഞത്. ചിലപ്പം ഞാൻ അതിലെ പോകുന്ന വാഹനങ്ങളോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഥവാ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ടോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ ചാർജേ ആവുകയുള്ളൂ. ഒരു പോക്കിന് 40 രൂപയൊക്കെ ആവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്, ഓഫർ മാസത്തേക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും എടുത്ത് സുഖമായിട്ട് യാത്ര ചെയ്യുക. ചെറിയ റോഡുകളൊക്കെ ബ്ലോക്ക് ആവാനുള്ള കാരണം ടോൾ ഒഴിവാക്കി പോകുമ്പോൾ പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിലൊക്കെ നല്ല തിരക്ക് കൂടിയിരിക്കുകയാണല്ലോ വാഹനങ്ങളിങ്ങനെ ഇറങ്ങിയിട്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാത്ര പന്തിരങ്കാവ് മാങ്കാവ് ആ റൂട്ടൊക്കെ നല്ല തിരക്കിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. പൊതുവെ ആളുകൾ പറയുന്നത് ടോൾ വന്നതിന് ശേഷമാണ്. പക്ഷേ ടോൾ വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ തിരക്കുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോൾ കൊണ്ടുള്ള ഉപകാരങ്ങളും അതുപോലെ ഉപദ്രവങ്ങളും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വീഡിയോയിൽ കമൻറ്റിൽ ഒരു ആൾ വന്ന് പറഞ്ഞു ടോൾ മാറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അറപ്പുഴ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തേക്കാവാനാണ് സാധ്യത അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പന്തിരങ്കാവ് അങ്ങനെയുള്ള ഏരിയകളൊക്കെ അങ്ങോട്ട് കഴിച്ചിലാകും. പന്തിരങ്കാവ് റൂട്ട് കഴിച്ചിലാകും. പിന്നെ അതുപോലെ നമ്മുടെ ഈ ടോൾ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ട്രംപറ്റ് ജംഗ്ഷൻ വരുന്നത്, ഗ്രീൻ ഹൈവേ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ടോള് അതുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ മാറ്റി സ്ഥാപിച്ചത്. അപ്പം അങ്ങനെ ഒന്ന് വരുമ്പം ഇത് ടോൾ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടാണ് വർക്ക് നടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊരു ഒന്ന് കമൻറ്റിൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാട്ടോ ടോൾ മാറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റ് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കട്ടോ. നല്ല കമൻറ്റൊക്കെ ഇട്ട് സഹകരിക്കുക. അപ്പോൾ സ്നേഹിതന്മാരെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. എല്ലാവരും സപ്പോർട്ടും ചെയ്താളി, ലൈക്കും ചെയ്താളി, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അവിടെ ചെയ്താളി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.